ആ വാ പൊന്നോ പഠിക്കേ കളർ ചെയ്യാ നമുക്ക്. അവിടെ ബിഗ് കാർ ഉണ്ട്. ഇന്ന് സ്റ്റാർ കിട്ടൂലേ? ഗുഡ് ബോയ് അതിന് സ്റ്റാർ കിട്ടും. ആ പറയാട്ടാ. പൊന്നുന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വെയിറ്റിംഗാ. വാ പോവാ. വായോ. പറയാൻ പാടില്ല. അമ്മ ജോലിക്ക് പോകുമ്പോ കണ്ടിട്ടുണ്ടോ? കുഞ്ഞ് ഐസുമ്മ ജോലിക്ക് പോയി, പപ്പ ജോലിക്ക് പോയി, അനസ്ട്രങ്കിള് പോയി. കളർ ചെയ്യണ്ടേ? കളർ ചെയ്യണ്ട. പൊന്നൊന്നും ഇഷ്ടമില്ലാതെ ചെയ്യണ്ട. അങ്ങനെ പറയാൻ പാടില്ല. തിരിച്ചു വരുമ്പോ അമ്മ പഴംപൊരി പാപ്പ ഉണ്ടാക്കി വെക്കാൻ വരുമ്പോ ബിരിയാണി. അങ്ങനെ കണക്കില്ല, തല കറങ്ങും. പൊന്നൂന് വരുമ്പോ പാപ്പ ഉണ്ടാക്കി. അന്ന് അമ്മാമ്മ കൊണ്ടാക്കട്ടെ. അമ്മാമ്മ നാട്ടിൽ പോകട്ടെ. അമ്മാമ്മ സ്കൂളിൽ പോയില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവനെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടി, അതായത് ഞാനും അമ്മയും ഡോണും കൂടിയാണ് അവനെ കൊണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. ആൾക്ക് പോകാനായിട്ട് തീരെ ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഈ ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച പോകാൻ നമുക്കായാലും മടിയാണല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. അങ്ങനെ നഴ്സറി പോയി തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ മടിയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഡോണും ചേട്ടനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കലൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അനിയൻ പോയി തുടങ്ങുമ്പോൾ എന്താവോ അവസ്ഥ. എന്തായാലും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ നമുക്കവിടെ നിൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്കും വിഷമായി, എനിക്കും വിഷമായി. പിന്നെ നമ്മൾ ആലോചിച്ച് എന്തിനാ വിഷമിക്കണേ, അവർ പഠിക്കാനല്ലേ പോയിക്കുന്നേ. എന്നാലും അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാറി. കൊച്ചവിടെ ഹാപ്പിയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടോ. അവർ നമ്മുടെ കൊച്ചിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. കൊച്ച് ഓക്കെ ആണ് കേട്ടോ, കൊച്ച് കരയൊന്നും ഇല്ലാട്ടോ എന്നും പറഞ്ഞിട്ട് കൊച്ചിനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പാരൻസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ അവൻ എന്തെടുക്കാവോ, കരഞ്ഞോ, ഫുഡ് കഴിച്ചോ, വെള്ളം കുടിച്ചോ, കരഞ്ഞിരിക്കുകയായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരിക്കും നമ്മൾ പാരൻസിന് ഉണ്ടാവുക. ഇത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവർ നമുക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ തരും. ഇവനാണെങ്കിൽ ഇങ്ങനെ പോവില്ല എന്ന് പറയണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കളർ ചെയ്യൂല എന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പോയ ദിവസങ്ങളിൽ കളർ ചെയ്യാനായിട്ട് കുറച്ചധികം കൊടുത്തത് ആശാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നായിരിക്കും എനിക്ക് തോന്നണത് കേട്ടോ. കാരണം കളർ ചെയ്യില്ല എന്ന് കുറേ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പറഞ്ഞു എന്നാൽ മോൻ കളർ ചെയ്യണ്ട, ആവശ്യമുള്ളത് മാത്രം കളർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും 2:30 ആയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്താവും അവരുടെ എക്സ്പ്രഷനൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇനി ദേഷ്യമാണോ, പിച്ചോ, മാന്തോ, അടിക്കോ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് എന്തിനാന്നൊക്കെ ചോദിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോയ ആളെ അല്ല തിരിച്ചു വന്നപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ബാഗൊക്കെ പിടിച്ച് വലിയ ആളായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അമ്മാമ്മേനെയും ഡോണുവിനെയും കണ്ടതിൻ്റെ സന്തോഷത്തിൽ അങ്ങ് കെട്ടിപ്പിടുത്തം മറിയലൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ്റെ അനിയനും കൂടി ഒരു ഒറ്റ ഓട്ടമായിരുന്നു റൂമിലേക്ക് കേട്ടോ. ആ മടിയൊക്കെ കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ അത്രയും നേരം കരഞ്ഞ് പിഴിഞ്ഞ് നമ്മുടെ പ്രഷറൊക്കെ കൂട്ടി അയ്യോ നമ്മളൊക്കെ എന്തായിരുന്നല്ലേ അപ്പോൾ ആ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ പാരൻസിൻ്റെ അവസ്ഥ. നമ്മളിങ്ങനെ മടിയൊക്കെ കാണിക്കുമ്പോൾ അവരെന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളെ പിടിച്ച് വലിച്ച് സ്കൂളിലൊക്കെ ചേർക്കാനല്ലേ. അയ്യോ എൻ്റെ പൊന്നെ, അമ്മ ഓരോന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുക ഞാൻ ഇത്രയും മടിച്ചായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. LKG UKG മാത്രമേ എനിക്ക് മടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോകാനായിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാച്ചൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഈ മദാമപ്പൂട് ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മദാമപ്പൂടാന്ന് പറഞ്ഞിട്ട് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് എന്താ പറയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ മദാമപ്പൂട് പിന്നെ ഇവർക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനമായി. അങ്ങനെ പപ്പയും മക്കളും അതും കഴിച്ചു, ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് അത് ഇങ്ങനെ ഭയങ്കര മധുരമായതുകൊണ്ട് തന്നെ തലയ്ക്ക് അടിക്കും. അപ്പോൾ പിന്നെ ഞാനതങ്ങ് നിർത്തി. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മന്നിച്ചിരിക്കേണ്ട അവസ്ഥ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നിർത്തിയിട്ടോ.
ഈ പപ്പയും മക്കളും കൂടി ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് വളരെ ചുരുക്കമാണ്. ഒന്നല്ലെങ്കിൽ ചാച്ചൻ രാത്രി വരുമ്പോൾ ഇവന്മാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഏകദേശം ഉറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് വലിയ ആ ഒരു കളിക്കാനുള്ള മൂടുണ്ടാവില്ല. ഇതിപ്പോൾ ഇന്ന് എന്തോ പറ്റി, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പോരാത്തതിന് ഇവൻ നഴ്സറി പോയി തുടങ്ങിയതിന് ശേഷം ഉച്ചമയക്കം തീരെ കുറവാണ്. പക്ഷേ ഒരു 2:30 ആകുമ്പോഴാണല്ലോ അവൻ തിരിച്ചു വരുന്നത്. അത് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും കഴിച്ച് പിന്നെ ടി വിയുടെ മുന്നിലിരുന്ന് അല്ലെങ്കിൽ ഇതേപോലെ കളിച്ച് ചെക്കൻ ഉറങ്ങേയില്ല. കുറച്ച് നേരം ഒന്ന് ഉറങ്ങടാന്ന് പറഞ്ഞാലും ഉറങ്ങൂല. ഇപ്പം ഡോണും അങ്ങനെ തന്നെ, ഉറക്കേയില്ല ഉച്ചയ്ക്ക്. എന്നാൽ ഒരു 5 മണി 5:30 അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോൾ തൂങ്ങി തുടങ്ങും രണ്ടാളും. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങൂലല്ലോ. അത് കാരണം മാക്സിമം ആ സമയത്ത് കിടത്തി ഉറക്കാണ്ടിരിക്കാൻ ഞങ്ങൾ നോക്കും. എന്നാലും ഇവന്മാരിങ്ങനെ തൂങ്ങി അവിടെ ഇരിപ്പിൽ കിടന്ന് ഉറങ്ങും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 8:30 9 മണിയാകുമ്പോൾ എണീറ്റിട്ട് പിന്നെ വീണ്ടും കളിയായിരിക്കും. പിന്നെ ഉറങ്ങണത് വെളുപ്പിനൊക്കെ ആവും. ചില ദിവസങ്ങളിലെ റൊട്ടീനാണ് കേട്ടോ ഇത്. റൊട്ടീനൊന്നും പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഇവൻ നഴ്സറി പോയി തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ടൈം ടേബിളിലൊരു മാറ്റം വരുന്നത്. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇവർ ഉറങ്ങുമായിരുന്നു. അതേപോലെ രാത്രി കുറച്ച് ലേറ്റ് ആയാലും അതായത് ഒരു 11:30 12 മണി അത് വിട്ടിട്ട് അങ്ങനെ വല്ലാണ്ട് പോകാറില്ല. വല്ലപ്പോഴൊക്കെ പോവുള്ളൂ. അത് നമ്മൾ പുറത്തൊക്കെ പോയി ലേറ്റായി വന്നാൽ മാത്രമാണ് ആ ഉറക്കത്തിന് ഇച്ചിരി ഡിലേ വരിക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി ആകുമ്പോൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു 9:30 ആകുമ്പോൾ എണീറ്റ് പിന്നെ ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പിന്നെ നമുക്കും ഉറങ്ങാൻ പറ്റില്ല. ഇനി അതൊക്കെ പയ്യെ മാറ്റിയെടുക്കണം. കാരണം ഇവിടുത്തെ സ്കൂളിലൊക്കെ ഇപ്പം ഇവൻ നഴ്സറിയിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഡേ കെയർ പോലെ ഒരു നഴ്സറിയിൽ ജസ്റ്റ് ആക്കിയെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവനിനി സ്കൂളിൽ നമ്മളിനി ദൈവം അനുഗ്രഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റി ഇവിടത്തെ സ്കൂളിലാണ് ചേർക്കാൻ പറ്റണത് ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇനി ഇവിടെ എങ്ങാനാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു 6:30 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. പിള്ളേരൊക്കെ എണീറ്റ് പോണ കാണാറുണ്ട്. ഇവൻ 6:30 എന്ന് പറഞ്ഞൊരു സമയം കണ്ടിട്ടില്ല. ഇവൻ തന്നെയല്ല, ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളങ്ങനെ നേരത്തെ എണീക്കലില്ലല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ എണീപ്പിച്ച് പഠിപ്പിച്ച് കുറേ കടമ്പകളുണ്ട്, കുറേ പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരത്തെ കിടത്തി ഉറക്കി നേരത്തെ എണീപ്പിച്ചൊക്കെ ശീലിപ്പിക്കണം എന്ന് ഇപ്പോഴേ വിചാരിച്ചിരിക്കുന്നുണ്ട്. അതിനാദ്യം അമ്മയായ ഞാൻ നേരത്തെ എണീക്കണമല്ലോ തമ്പുരാനെ. എനിക്കാണെങ്കിൽ നേരത്തെ എണീക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നേരത്തെ കിടന്ന് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ അതേ ഇവിടെ അപ്പാപ്പനും മക്കളും കൂടി വീഡിയോ കോളിൽ അമ്പിൻ്റെ വിശേഷങ്ങളും അതേപോലെ ഏതപ്പൻ്റെ സ്കൂൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തേ ലോങ് വീഡിയോ ഒന്നും ഇടാത്തതെന്നൊക്കെ. കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.